ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കള്ളപ്പമാണ് കേട്ടോ. ഇത് ട്രഡീഷണൽ രീതിയിൽ കള്ള് ചേർത്ത് തയ്യാറാക്കിയ കള്ളപ്പമാണ്. ഇനി കള്ള് ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് കള്ളപ്പത്തിൻ്റെ അതേ ടേസ്റ്റിൽ തയ്യാറാക്കിയ കള്ളപ്പത്തിൻ്റെ വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതുകൂടി കയറി കാണാവുന്നതാണ്. ആദ്യം നമുക്ക് കള്ളപ്പത്തിന് ആവശ്യമുള്ള പച്ചരി ഒന്ന് കുതിർത്തെടുക്കണം. ഞാനിവിടെ 2 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വീട്ടിൽ ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ ഉപയോഗിക്കുന്ന സാധാ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് റേഷൻ അരി വെച്ചിട്ടും കള്ളപ്പം തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ പച്ചരി എടുക്കുമ്പോൾ ഒട്ടും തന്നെ പശയില്ലാത്ത പച്ചരി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇവിടെ ഞാൻ 2-3 തവണ നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം തെളിയുന്നത് വരെ കഴുകിയെടുക്കണം. നമുക്ക് എത്രത്തോളം അപ്പം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് പച്ചരി എടുക്കേണ്ടതാണ്. നന്നായി കഴുകിയതിന് ശേഷം അതിൽ വെള്ളമൊക്കെ ഊറ്റി മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി കുതിരാൻ ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അരി മുങ്ങി കിടക്കുന്ന പരുവത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അരി നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടണം കേട്ടോ, എന്നാലേ പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടുകയുള്ളൂ. കുറഞ്ഞത് 4 മണിക്കൂറെങ്കിലും അരി നന്നായിട്ട് കുതിർത്തെടുക്കാം. ഇവിടെ ഞാൻ 5 മണിക്കൂറിന് ശേഷമാണ് അരി അരയ്ക്കാനായിട്ട് എടുക്കുന്നത്. അരി നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഈ അരി അരയ്ക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ അരയ്ക്കാനുള്ള തേങ്ങയൊക്കെ ചിരവി മാറ്റി വെക്കണം. ഇനി കുതിർത്ത് വെച്ചിരിക്കുന്ന പച്ചരിയിൽ നിന്നും വെള്ളമൊക്കെ ഊറ്റി മാറ്റിയതിന് ശേഷം മിക്സിയുടെ വലിയ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒറ്റത്തവണയായിട്ട് അരയ്ക്കാൻ പറ്റുമെങ്കിൽ ഒറ്റത്തവണയായിട്ട് അരച്ചെടുക്കാം, അല്ലെങ്കിൽ 2 ട്രിപ്പായിട്ട് അരച്ചെടുക്കാവുന്നതാണ്. ഇതിലേക്ക് കുക്കർ റൈസ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 കപ്പ് ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ 1 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. അതിൽ നിന്നും 1/2 കപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി നമുക്ക് മാറ്റി വെക്കാം. ഇനി മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഞാൻ ഒട്ടും തന്നെ ഈസ്റ്റ് ചേർക്കുന്നില്ല കേട്ടോ. ഞാനിവിടെ കള്ള് ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. 1 കപ്പ് കള്ളാണ് എടുത്തിരിക്കുന്നത്. ആദ്യം ഞാൻ 1/4 കപ്പ് കള്ള് ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. പിന്നീട് ആവശ്യമെങ്കിൽ വീണ്ടും ചേർത്തിട്ട് അരച്ചെടുക്കാവുന്നതാണ്. ഇത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ മുഴുവൻ കള്ളും ചേർത്തിട്ടാണ് കേട്ടോ അരച്ചെടുത്തത്. അത് വിസ്താരമുള്ള ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അരി അരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധ വേണം. ഒരുപാടങ്ങ് ലൂസായി പോകാൻ പാടില്ല കേട്ടോ. അല്പം തിക്കായിട്ടുള്ള പരുവത്തിൽ വേണം തയ്യാറാക്കി എടുക്കാനായിട്ട്. മാവ് മുഴുവൻ വിസ്താരമുള്ള ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്തു. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും, കണ്ടില്ലേ? നമ്മൾ ഇഡ്ഡലി മാവൊക്കെ തയ്യാറാക്കില്ലേ, ആ ഒരു പരുവത്തിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. സാധാരണ നമ്മൾ പാലപ്പം തയ്യാറാക്കുന്ന അത്രയും ലൂസിൽ അരി അരച്ചെടുക്കാനായിട്ട് പാടില്ല. അടുത്തതായിട്ട് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച 1/2 കപ്പ് തേങ്ങ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അപ്പത്തിന് തേങ്ങ എടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് മൂത്ത് പോയ തേങ്ങ എടുക്കാനായിട്ട് പാടില്ല കേട്ടോ. ഒരു മീഡിയം പരുവത്തിൽ വിളഞ്ഞ തേങ്ങ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇതിലേക്ക് 5 ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ നല്ല ജീരകം, അതായത് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് അങ്ങ് ഫൈനായിട്ട് അരയ്ക്കേണ്ട കേട്ടോ. ഇനി അരയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കാവുന്നതാണ്. ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇത് ഡയറക്റ്റ് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ജീരകമൊക്കെ ചേർക്കുമ്പോൾ എല്ലാവർക്കും ഒരു തോന്നലുണ്ടാകാം ജീരകത്തിൻ്റെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കുമെന്ന്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇവിടെ നമ്മൾ കള്ള് ചേർത്തിട്ടാണ് ഈ കള്ളപ്പം തയ്യാറാക്കുന്നത്. ഇനി കള്ള് ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് വേണമെങ്കിൽ തേങ്ങ വെള്ളം പുളിപ്പിച്ച് ചേർത്തിട്ട് കള്ളപ്പം തയ്യാറാക്കാം, അല്ലെങ്കിൽ ഈസ്റ്റ് ചേർത്തിട്ട് നമുക്ക് കള്ളപ്പം തയ്യാറാക്കാം. ഇവിടെ നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് മാവ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. നല്ല ചൂടുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ 8 മണിക്കൂർ കൊണ്ട് മാവ് നന്നായിട്ട് പുളിച്ച് കിട്ടും. ഇവിടെ 8 മണിക്കൂറിന് ശേഷം മാവ് നന്നായിട്ട് പുളിച്ച് പൊങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ ഈവനിങ്ങിലും മാവ് തയ്യാറാക്കി വെച്ചു. മോർണിംഗിലാണ് കേട്ടോ അപ്പം തയ്യാറാക്കുന്നത്. ഓവർനൈറ്റ് പുളിക്കാനായിട്ട് മാറ്റി വെച്ചിരുന്നു. അപ്പോൾ മാവ് നന്നായിട്ട് പുളിച്ച് പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല സോപ്പ് പോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഉപ്പും മധുരമൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുന്ന സമയത്ത് അതിലേക്ക് 1 തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചതിന് ശേഷം നമ്മളിത് പരത്തി കൊടുക്കുന്നില്ല കേട്ടോ. ഇതുപോലെ ബബിൾസൊക്കെ വന്ന് പൊട്ടിത്തുടങ്ങുന്ന സമയത്ത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. സാധാരണ നമ്മൾ പാലപ്പം തയ്യാറാക്കുമ്പോൾ ഒരു സൈഡ് മാത്രമാണ് കുക്ക് ചെയ്തെടുക്കുന്നത്, മറിച്ചിട്ട് കുക്ക് ചെയ്യാറില്ല. എന്നാൽ കള്ളപ്പം തയ്യാറാക്കുമ്പോൾ നമ്മൾ തിരിച്ചിട്ടും കുക്ക് ചെയ്തെടുക്കാറുണ്ട്. ഒരു സൈഡ് കുക്കായി വരുന്ന സമയത്ത് മറിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം.
രണ്ട് സൈഡും ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. കള്ളപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് പാനിൽ നിന്ന് മാറ്റാം. ഇനി അടുത്ത ട്രിപ്പ് മാവ് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചാൽ ഉടനെ പരത്തുന്നില്ല കേട്ടോ. നല്ല ബബിൾസ് വരുന്ന സമയത്ത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഒരു സൈഡ് കുക്കായി വരുന്ന സമയത്ത് തിരിച്ചിട്ടും കുക്ക് ചെയ്തെടുക്കാം. രണ്ട് സൈഡും ലൈറ്റായിട്ട് ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ കുക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള കള്ളപ്പവും തയ്യാറാക്കിയെടുക്കാം. ഇനി ഇത്രയും കളർ ചേഞ്ച് ചെയ്യേണ്ട, നല്ല വൈറ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ക്രിസ്മസിന് ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ് ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കള്ളപ്പമാണ്. നല്ല പ്ലഫിയാണ് കേട്ടോ, വളരെ സോഫ്റ്റാണ്. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. തുടർന്ന് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അയക്കുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് തന്നെ നിങ്ങളിൽ എത്തിച്ചേരുന്നതാണ്. നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.